നമ്മൾ വാട്ടർ അഡ്വഞ്ചേഴ്സ് ചെയ്യാൻ പോകണം. നിങ്ങൾ ഈ റൂട്ട് നോക്കൂ. ശരിക്കും നമ്മുടെ വീടിന്റെ പറമ്പിന്റെ അടുത്തേ കൂടെ പോലത്തെ. ഇതെന്താ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം? ദേശത്തിൽ ഞാൻ ഈ സ്റ്റെപ്പുകൾ ഓടിക്കേറാൻ പോവുകയാണ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഫസ്റ്റ് മോർണിംഗ് ആണ്. കാരണം നമ്മൾ നല്ല ഉച്ചയ്ക്ക് എത്തിയതുകൊണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നമ്മുടെ ഹോട്ടലിൽ. എന്താ കഴിക്കും? നമുക്ക് ഫ്രഷ് ബ്രെഡ്സ്. ഞാൻ ബ്രെഡ്സ് കഴിക്കില്ല. രാമൻ എന്താ കഴിക്കുന്നത്? അല്ല, നിന്റെ ഇടിയപ്പം വേണ്ട. ഇടിയപ്പം ഉണ്ടോന്ന് വെച്ചോളൂ. എന്തെങ്കിലും അറിഞ്ഞ ഇവിടുത്തെ വിശേഷങ്ങള് പറഞ്ഞ ഇടിയപ്പം ഉണ്ടെങ്കിലേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. മോനെ കിട്ടി, സാധനം കിട്ടി. മൈ ഫേവറേറ്റ്. ഭയങ്കര ഇഷ്ടം എനിക്കിത്. എടാ എടുത്ത് പുറത്ത് ഈശയിലിട്ടോ, ആരും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കൊന്നുമില്ല. നമുക്ക് ഇന്ന് രാവിലത്തെ പരിപാടീസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് വാട്ടർ അഡ്വഞ്ചേഴ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നിട്ട് ഹോട്ടലിൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വന്നപ്പോഴേ നല്ല ലേറ്റായി. നല്ല പുത്തൂരി കിടന്നുറങ്ങി. അത്രയും ടയേർഡായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങി. ഞാനാണ് പിന്നെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തത്. രാമോട്ടൻ അപ്പം തന്നെ നിർന്നുറങ്ങി. സോ ഗൈസ്, നമ്മൾ വാട്ടർ അഡ്വഞ്ചേഴ്സ് ചെയ്യാൻ പോകുന്നതാണ്. സോ ഫസ്റ്റ് പാരസെയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ബനാന ബോട്ടും ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വേറെ കുറച്ച് ലൊക്കേഷൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും വാട്ടർ ബോട്ട് ആൻഡ് പാരാസ് അതെന്തായാലും ഞങ്ങൾക്ക് നിർബന്ധമാണ്. പാരസെയിലിംഗ് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ അത് ഫസ്റ്റ് ചെയ്തിട്ട് ബാക്കി പോവാണ്. അപ്പൊ ഇത് നമ്മുടെ വാട്ടർ അഡ്വഞ്ചറസ് സ്പോർട്സിന്റെ ഗൈഡാണ്. അപ്പൊ നമ്മൾ പാരസെയിലിംഗ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പൊ പാരസെയിലിംഗ് ചെയ്യുന്നതിന്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം ബോട്ടിൽ തന്നെ ആയിരിക്കും. മാത്രമല്ല, നമ്മൾ മുകളിലെത്തുമ്പോൾ ഗരുഡ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. വലിയൊരു സ്റ്റാച്ചു ആണ്. അത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ എയർപോർട്ട്, ഹാർബർ എല്ലാം കാണാൻ പറ്റും എന്ന് പറഞ്ഞു തരാണ്. അപ്പൊ നമ്മളിതാ പോവാണ് പാരസെയിലിംഗിന് വേണ്ടിട്ട്. നല്ല വെയിലുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും വാട്ടർ അഡ്വഞ്ചറസ് സ്പോർട്സ് ചെയ്യണം എന്ന്. അപ്പോൾ ബാലി അതിന് പറ്റിയൊരു പ്ലേസ് ആണ്. മാത്രമല്ല, നമ്മുടെ പാക്കേജിനകത്ത് ബനാന ബോട്ട് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കൂടെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് പാരാസെയിലിംഗ് ആണ് കേട്ടോ. രാമൂട്ടി സത്യം പറയുന്ന എന്തും അഡ്വഞ്ചറസ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ ഇത്രയും നാളും ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് അത്ര വിഷയമില്ല. അതുകൊണ്ടാണ് പിന്നെ പാരാസെയിലിംഗ് രാമൂട്ടും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ആകാശത്തെ കൂടെ പറന്ന് നടക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. കുറച്ചേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഡെപ്ത് കാണുമ്പോൾ ഉള്ള ഒരു ചെറിയ ഒരു കാലേന്ന് ഇങ്ങനെ എന്തോ കയറി വന്ന പോലെ തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പാരാസെയിലിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ സ്പീഡ് ബോട്ടിൽ ബനാന ബോർഡർ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു ട്രാവലിംഗ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല സ്പീഡാണ്, നല്ല ചൂട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളൊന്നും കാര്യമാക്കിയില്ല. ആൻഡ് ബനാന ബോട്ടിൽ കയറിയപ്പോൾ രാമൂട്ടൻ അവരോട് പറയുന്നുണ്ടായിരുന്നു ഫ്ലിപ്പ് ചെയ്തോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് അറിയാൻ പാടില്ല, ഫ്ലിപ്പ് ചെയ്യില്ല ചേട്ടന്മാരെന്ന്. പക്ഷെ അവർ പറഞ്ഞു പൊങ്ങിക്കിടക്കും, ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നു നല്ല രീതിയിൽ ഉപ്പുവെള്ളം വായി കയറി. ബനാന ബോട്ട് അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 2 തവണ അതിൽ റൈഡ് ചെയ്തു. ആൻഡ് അതിനുശേഷം എന്താ തീരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വാട്ടർ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്തു വന്നു. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്തു. കുറേ നാളെ പറയുന്നു, അതങ്ങോട്ട് ചെയ്തു. പിന്നെ ബനാന ബോട്ടും ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 3 എടുത്തിട്ടുണ്ടായിരുന്നു.
ഒരു ദിവസം ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് നോക്കിയാൽ മതി. ഞാൻ ഒരു ദിവസം ഒരു ഡ്രസ്സ്. പക്ഷെ അത് ഈ കാര്യമില്ല രാമൂട്ടാ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ കൺമഷി കാജൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇന്ന്. വേണ്ട, എടുത്തില്ല. ഇപ്പൊ ലിപ്സ്റ്റിക് ഇതാ ഒരു ന്യൂഡ് ഷെയ്ഡ് രാമുണ്ടിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ വെള്ളത്തിലിറങ്ങി സ്മഡ്ജായി, കണ്ണ് മൊത്തത്തിൽ കളയാനും പറ്റണ്ട. കുറച്ച് നമ്മള് ടയർഡായ കാരണം നല്ല രീതിയിലൊന്ന് സൺബാത്ത് ചെയ്തു. ഇതുപോലെ ലൈഫിൽ ഇത്രയും വെയില് ഇത്രയും നേരം ഞാൻ കൊണ്ടിട്ടുണ്ടാവൂല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ടാൻ അടിച്ച്, അത് വേറെ കാര്യം അല്ലേ. ഉണ്ടല്ലോ സ്പ്രേ, അതൊക്കെ ഉണ്ട്. അതും കൂടി ഇല്ലെങ്കിൽ സീനാവും. അപ്പൊ സൺസ്ക്രീൻ ഒക്കെ അത് സൺസ്ക്രീൻ എടുത്തിട്ടോ ഭാഗ്യത്തിന്. പവർ ഡൗൺ ആയിട്ടല്ലോ വർത്താനം വരെ ഒന്ന് ശക്തമായി വളരെ ഇതായി സംസാരിക്കൂ. ശക്തമാകണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കുറെ ഉപ്പുവെള്ളം കുടിച്ച് ബനാന ബോട്ടിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്തോ. ഞാൻ കേറിന് മുന്നേ പറഞ്ഞ ഫ്ലിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോ 2 തവണയാണ് അത് ഫ്ലിപ്പ് ചെയ്തത്. മൊത്തത്ത് നമ്മൾ പൊങ്ങി വരണ്ടേ ജാക്കറ്റ് ഇട്ടിട്ട്. നിങ്ങൾ ഈ റൂട്ട് നോക്കൂ, ശരിക്കും നമ്മുടെ വീടിന്റെ പറമ്പിന്റെ അടുത്തേ കൂടെ പോലത്തെ ഉണ്ടല്ലേ. അപ്പൊ നാടല്ലെന്ന് ആരും പറയില്ല, പക്ഷെ നാടല്ലട്ടാ. അപ്പം നമ്മൾ വാട്ടർ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പായിട്ടോ. അപ്പോൾ ഇത് ഉളുവാത്തൂരിലുള്ള മാലിനി സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ ആംബിയൻസ് ഒന്നും പറയുന്നില്ല, കാരണം ബാലിയിലുള്ള മിക്ക സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിന്നർ ഡേറ്റിന് പോയപ്പോൾ ഇന്തോനേഷ്യൻ ക്യൂസിനാണ് ട്രൈ ചെയ്തത്. അതുകൊണ്ട് ഇന്നത് വേണ്ട, ഇന്ന് വേറെ എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതാണ് നമ്മുടെ പ്ലാൻ. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ഇനിത്തെ പരിപാടി എന്താ? ഇനി പരിപാടി ഏതോ ടെമ്പിളിൽ പോകണം, ബീച്ചിൽ പോകണം എന്നുള്ളതാണ് പരിപാടി. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോകണം. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കാൻ തോന്നണായിരുന്നു. ഒരു സ്ഥലത്തും ഇറങ്ങുന്നില്ലേ വെയില് കാരണം. ഇവളെ 3-ാം ക്ലാസ് കണ്ട ബാലി ഇതല്ല ഇവള് പറയുന്നത്. എന്റെ ബാലി ഇതല്ല, ഞാൻ പോണ്ട ബാലി ഇതല്ല. വെയിലുള്ളൊരു ബാലിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഭയങ്കര വെയിലിട്ടോ, അതിനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി ടെമ്പിളിൽ പോകണം. ഏതാണെന്നറിയില്ല. ഈ റെസ്റ്റോറന്റ് അടിപൊളിയാണ് കേട്ടോ, നല്ല ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ്. മാലിനി അതങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യണമെന്നില്ല. മലിനി എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ മുകളിൽ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഒരു കുന്നിന്റെ മുകളിൽ താഴെ കടലും. ഒരു കുന്നിന്റെ മേലെയാ, താഴെ കടലും. നമുക്ക് കടലും കണ്ടോണ്ട് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഇന്നലെയും കടലും കണ്ടുകൊണ്ടാണ് ഡിന്നർ കഴിച്ചത്. കടലും കണ്ടുകൊണ്ടാണ് ലഞ്ച് കഴിച്ചോണ്ടിരിക്കുന്നത്. ഫുൾ കടലാണ്. ഒരു ദിവസം 2 ഡ്രസ് ചേഞ്ച് എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫുഡ് കഴിച്ചോണ്ട് ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. ദെൻ ഉളുവാത്തൂർ ഈ ടെമ്പിളിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിൽ നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ ഷോർട്ട് ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവരൊരു മുണ്ട് പോലെ കെട്ടിത്തരും. നമ്മൾ മുണ്ടൊക്കെ എടുത്ത് കണ്ടറിയണം. ഇവിടെ എല്ലാ സാധനങ്ങളും കുരങ്ങന്മാർ പിടിച്ചോണ്ട് പോകുന്ന അറിയില്ല. അവിടത്തേക്കാണാവോ നടക്കണേ. ഞാനിങ്ങനെ ഓരോരുത്തരുടെ ബാക്കിൽ ഇങ്ങനെ പോവുകയാണ്. എന്തെങ്കിലും അവസാനം ചിലപ്പോൾ കാണാൻ പറ്റും. നോ ഡ്രോൺ വേണ്ട, നമുക്കിത് വർത്താലോ. ഇങ്ങനെ എന്താ മരത്തിലിടിച്ചെങ്ങാനും പോയാണ്ടല്ലോ, കൊരങ്ങനെ ഫോൺ കൊണ്ടാണ്ടല്ലോ. ഹലോ, തുടങ്ങിയുള്ളൂ, വാ നടക്കാൻ വാ. തട്ടി വീണേ, കൊറച്ച് നടന്നല്ലേ ഉള്ളൂ. ഇപ്പഴേ ഇങ്ങനെയായ. ആക്ച്വലി ഇത് റൗണ്ട് അടിച്ചു നമ്മള്. പണി തന്നെ ആവും വെച്ചി. ഇതെല്ലാം ഒരു പണിയായിരുന്നു. ഞാൻ കടല് കൊറേ ഇവനേതാ സോറി, ഈ മുടി നമ്മുടെ ടീമല്ല. ഇവളെവിടെ പോയി? എല്ലാവരും നാട്ടുകാരാ. പല സ്ഥലത്തുള്ള പല ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവരൊക്കെ പറ്റിക്കുക, എന്നെ പറ്റിച്ച പോലെ അവരൊക്കെ പറ്റിക്കുക. അതാണ് ഇവളുടെ മെയിൻ പരിപാടി. ഒറ്റ മലയാളിനെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ, ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഉളുവാത്തൂർ ടെമ്പിൾ. ഇതൊരു ക്ലിഫിൻ്റെ എഡ്ജിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ സീ വാട്ടർ ആണ്. ഉളു എന്ന് പറഞ്ഞാൽ ടോപ്പ് അഥവാ ടിപ്പ് എന്നോ, വാട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഓർ റോക്ക് എന്നാണ് ബലനീസിൽ. സെവറൽ ആർക്കിയോളജിക്കൽ റിമൈൻസ് പറയുന്നത് ഈ ഒരു അമ്പലം ഇവിടെ 10th സെഞ്ചുറി മുതൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കുരങ്ങന്മാരുള്ള ഒരു കാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ വിശ്വസിക്കുന്നത് ഈ അമ്പലത്തിലെ ലോയൽ ഗാർഡിയൻസ് എന്നാണ്. ബലനീസ് ഹിന്ദു വിശ്വാസ പ്രകാരം ബ്രഹ്മ, വിഷ്ണു, ശിവനെ വോർഷിപ്പ് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു അമ്പലം ബിൽഡ് ചെയ്തിരിക്കുന്നത്. തിരിഞ്ഞൊരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ എത്താനാണ് ഇത്രയും നമ്മൾ ചുറ്റിച്ചതെങ്കിൽ നേരത്തെ ഇവർക്കൊരു വഴി ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരല്ലേ പറഞ്ഞാ. ഇതെന്താ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം? മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, കാക്കനാട് മറ്റേ ഡ്രൈവിംഗ് സ്ഥലം, ഇതൊക്കെയാണ് ഇവള് പറയുന്നത് ഏരിയകള്. വന്നിട്ട് കറക്റ്റ് അവസാനം കണ്ടിട്ട് എവിടെ വരണം എന്ന് പറഞ്ഞോ അവിടെ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. നോക്കുന്ന നോട്ടം നിങ്ങൾക്ക് മനസ്സിലായ? വേറൊന്നുമല്ല, ഈ ഇത്രയും സ്റ്റെപ്പ് അത്ര വരെ കയറണം. ആ കാരണം ഓഹോ അങ്ങനെയുണ്ട് ഇപ്പൊ. കോരയാട്ടാ 3ാം ക്ലാസ്സിന്റെ ബാലിക്കായി വാ. ഇറങ്ങി പോവും. ദേഷ്യത്തിൽ ഞാൻ ഈ സ്റ്റെപ്പുകൾ ഓടി കയറാൻ പോവുകയാണ്. പാവം ഓന് വിഷമോ, ബാക്കി എല്ലാവർക്കും ചിരി, പാവം ചങ്ങായിക്ക് വിഷമോ. ഓൻ്റെ എന്ത് വലിയ വിഷയമാണടേന്നു കൊടുക്കടാ. ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയത് മെലാസ്തി ബീച്ചിലാണ്. ഇതൊരു അടിപൊളി ബീച്ചാണ് കേട്ടോ. അത്യാവശ്യം ക്രൗഡഡ് ആണ്, പക്ഷെ നമുക്ക് സൺസെറ്റ് കാണാനും പിന്നെ ഒന്ന് കുളിക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ സൺസെറ്റും പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാനും രാമുണ്ടും സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ട് വന്നേക്കാണ്. ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം പോയി കുളിക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയേക്കാണ്. പോയപ്പോ ഏതായിരുന്നു കോലം. ഷൂ, ചെരുപ്പ്, നനഞ്ഞ ഡ്രസ്, ഇതിനൊന്നും ഒരു മാറ്റമില്ല. വന്നപ്പോ ഇതാണ് ഗൈസ് കോലം. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. 5 മിനിറ്റ് അല്ല 10 മിനിറ്റ്. ബാലി നൈറ്റ് ലൈഫ് സീരിയസ്ലി പിന്നല്ല. ശരി എന്നാ അപ്പൊ ടാറ്റ. ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. ബൈ.